എം കെയർ അക്യുപഞ്ചർ സെൻ്ററിൽ ചികിത്സയ്ക്ക് വരികയും അതിന് മുന്നേ തന്നെ ഇപ്പോൾ ഒന്നയാളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിന് മുന്നേ തന്നെ അവർ വളരെ ബുദ്ധിമുട്ടായ അവസ്ഥയിൽ ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന സമയത്ത് അവരുടെ മോള് പറഞ്ഞിട്ട് അക്യുപഞ്ചറിൻ്റെ ഡിസ്റ്റൻസ് ഹീലിംഗ് ഒരു 10 ദിവസം അത് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് നമുക്കൊന്ന് കേൾക്കാം. നമുക്കറിയാം അക്യുപഞ്ചറിന് ഒരുപാട് വ്യത്യസ്തമായ തലത്തിൽ ചികിത്സയ്ക്ക് സംവിധാനങ്ങളുള്ള സംവിധാനമാണ് അക്യുപഞ്ചർ. നേർക്ക് നേരെ ഹീൽ ചെയ്യാം, ഡിസ്റ്റൻസ് ആയിട്ട് ഹീൽ ചെയ്യാം, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ ചികിത്സാ മുറകൾ അക്യുപഞ്ചറിനുണ്ട്. ഒരിക്കലും മറ്റൊരു സയൻസിൻ്റെ മെത്തേഡ് വെച്ചിട്ട് അക്യുപഞ്ചറിനെ വിലയിരുത്തുന്നതിന് പകരം അക്യുപഞ്ചർ ചികിത്സയുടെ മെത്തേഡ് അനുസരിച്ച് അക്യുപഞ്ചറിനെ വിലയിരുത്തുമ്പോഴാണ് അത് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് ഒരു അനുഭവം നമുക്ക് കേൾക്കാം. പല സ്വദേശിയായ നമ്മുടെ പ്രിയപ്പെട്ട അമ്മയുടെ ഒരു അനുഭവം നമുക്ക് നേരിട്ട് കേൾക്കാം. ഞാൻ 1 മാസേ ആയിട്ടുള്ള ഈ ചികിത്സ തുടങ്ങിയിട്ട് എനിക്ക് ഇവിടെ വരാതെ തന്നെ പ്രയോജനം കിട്ടിയെന്നുള്ളതാണ്. കിടന്ന കിടപ്പായിരുന്നു, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയില്ലായിരുന്നു, തന്നെ ബാത്റൂമിൽ പോകാൻ പറ്റിയില്ലായിരുന്നു. എൻ്റെ മോള് മുഖേനയാണ് ഞാനിത് അറിഞ്ഞത്. അവള് ഇവിടെ മാഹി സാറിനോട് വിളിച്ച് ചോദിക്കുക, എനിക്ക് ബസ്സിൽ കയറി ഒന്നും വരാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു കിടന്ന കിടപ്പിൽ. അപ്പം കിടന്ന് തന്നെ 11 ദിവസത്തെ ഹീലിംഗ് നടത്തി എനിക്ക് നല്ല മാറ്റം വന്നു. നല്ല മാറ്റം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഭക്ഷണം കഴിക്കാനും തുടങ്ങി, ബാത്റൂമിലൊക്കെ തന്നെ പോകാൻ തുടങ്ങി. അതിനുശേഷം ഇപ്പോൾ 1 മാസം കഴിഞ്ഞാണ് ഞാൻ ഇപ്പോൾ സാറിനെ കാണാൻ വന്നതും. എങ്ങനെയാ പറഞ്ഞ് അറിയിക്കേണ്ടെന്ന് എനിക്ക് അറിയത്തില്ല മാറ്റം വന്നത്. തീർത്തും ആവശ്യതയിൽ നിന്നും പ്രയാസങ്ങൾ എനിക്ക് ഇത് കണ്ണിന് ഭയങ്കര ക്ഷീണം, ശരീര ആസകലം വേദന, പനി, പിന്നെ വയറിന് കൊളുത്തിപ്പിടിക്കുന്ന വേദന, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വയറ്റിലേക്ക് ഒരു ഭക്ഷണവും ചെല്ലാൻ പറ്റുന്നില്ല, വെള്ളം കുടിക്കാൻ മേല, കുളിക്കാൻ പറ്റത്തില്ലായിരുന്നു, ശരീരം കണ്ടമാനം ക്ഷീണിച്ചു. എത്ര നാൾ അനുഭവിച്ച പ്രയാസങ്ങൾ? അത് ഇത്രയും മേലാതെ വന്നപ്പം തന്നെ ഇത്രയ്ക്കും മേലാതെ വന്നപ്പം തന്നെ ബന്ധപ്പെട്ടു ഇവിടെ ഹീലിംഗ് തുടങ്ങി. അപ്പം വർഷങ്ങളായിട്ട് എനിക്ക് സന്ധിവാതം ഉണ്ടായിരുന്നു, വേദനകളുണ്ടായിരുന്നു, തൊണ്ടയിലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, വയറിന് പ്രശ്നങ്ങൾ, നേരത്തെ തന്നെ അസിഡിറ്റി കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ഒന്നും തന്നെ പറ്റാത്ത ഒരു ആഹാരം ചെല്ലാനോ ടെൻഷനോ അങ്ങനെ ഒന്നും പറ്റിയില്ലായിരുന്നു. അതെല്ലാം ഇങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുകയും ഇതേപ്പറ്റി അറിയാൻ സാധിക്കുകയും ചെയ്തത്. അതനുസരിച്ച് ചെയ്ത് ഞാനിപ്പം നല്ല ഒരു ഹാപ്പിയാണ്. ഈ ചികിത്സാ രീതിയോട് എനിക്ക് വളരെ യോജിപ്പാണ്. കാരണം വേറെ ഗുളികകളൊന്നും കഴിക്കാതെ, നമ്മളെ ആശുപത്രി ചെന്ന് ടെസ്റ്റുകളൊന്നും ചെയ്യാതെ, ഒന്നും അറിയാതെ, രോഗത്തെപ്പറ്റി നമ്മൾ എന്താ രോഗമെന്ന് പോലും നമ്മൾ അറിയേണ്ട കാര്യമില്ല. ഒരു രോഗിയാണെന്നുള്ള ഒരു ഫീലും നമുക്ക് വരുന്നില്ല. നമുക്ക് പെട്ടെന്ന് മാറ്റം വരുമ്പോൾ നമ്മൾ ആകെ ഒരു സന്തോഷമാണ് എനിക്ക്. എങ്ങും പോകാതെ വീട്ടിലിരുന്ന് തന്നെ ഞാനത് ചെയ്തു. ഇപ്പൊ അതിന് ഒരുപാട് നന്ദിയും കടപ്പാടും ഉണ്ട് എനിക്ക്. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്, നേരിട്ട് കാണാൻ വന്നത്. കാരണം ഇത്രയും ഒരു നന്മ ചെയ്തപ്പം നമ്മള് അത് കാണണമെന്നുള്ളത് എനിക്ക് നിർബന്ധം വന്നു. അങ്ങനെ എൻ്റെ മോക്കും നന്ദി, അവൾ എന്നെ ഇതിലേക്ക് തിരിച്ചു വിട്ടതിനും അവളുടെ ആ പ്രയത്നം എന്നെ നല്ല രീതി. അവൾ ഇത്രയും അവശതയായിട്ട് അവള് ശകലം പോലും പേടിച്ചില്ല. അവളുടെ അനുഭവത്തിൽ നിന്നാണ് അവള് പേടി വരാതെ വന്നത്. അവൾക്കും ഉണ്ട്. അവൾക്ക് അനുഭവം വന്നത് കൊണ്ടാണ് അവളെ ഒന്നുകൊണ്ടും അമ്മ പേടിക്കണ്ട, ഒരു കുഴപ്പവും ഇല്ലെന്നുള്ള ധൈര്യം അവളുടെ അടുത്ത് നിന്നാണ് എനിക്ക് കിട്ടിയത്. കിടന്ന കിടപ്പിലായിരുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ്. 90% ഹാപ്പിയായി. ഇപ്പൊ ഇങ്ങനെ മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റുന്നുള്ളത് എല്ലാവരും ഇതൊന്നും പരീക്ഷിച്ച് അനുഭവിച്ചറിയണം എന്നുള്ളത് എൻ്റെ ഒരു അപേക്ഷ.